വേടൻ വിവാദങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ചോദ്യമാണ് വേടൻ എന്താ കൊമ്പുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വേടന് ഒന്നല്ല അനേകം കൊമ്പുകളുണ്ട്. അയാളുടെ നോട്ടത്തിൽ, ചലനങ്ങളിൽ, പാട്ടിൽ, അതിൻ്റെ വരികളിൽ, ശ്രോതാക്കളെ കയ്യിലെടുക്കുന്നതിൽ, അവൻ്റെ താളത്തിനൊപ്പം അവരെ ചലിപ്പിക്കുന്നതിലെല്ലാം ദൃശ്യമാകുന്നത് അവനൊരു കൊമ്പനാണെന്ന് തന്നെയാണ്. അയാളുടെ പാട്ടുകളിലെ രാഷ്ട്രീയം കേരളത്തിൻ്റെ ചിന്തകളെ കീറിമുറിക്കുന്നു. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്ന അയാളുടെ വാക്കുകൾ കേരള മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അട്ടപ്പാടിയിലെ മധു ഒരു നീറ്റലായി മലയാളി മനസ്സുകളിൽ നിറയുന്നു. ചോദ്യങ്ങളാണ് അവൻ്റെ പാട്ടുകളിൽ എമ്പാടുമുള്ളത്. ഇപ്പോഴത്തെ കേസും വനം വകുപ്പ് നടപടിയുമെല്ലാം അവനെ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നില്ല, മറിച്ച് കൊടുമുടിയോളം ഉയർത്തുകയായിരുന്നു. കരച്ചിലിൻ്റെ കാലം കഴിഞ്ഞെന്നും ഇനി പോരാട്ടത്തിൻ്റെ നാളുകളാണെന്നും പറയുന്ന രാഷ്ട്രീയമാണ് കേരളം കേൾക്കുന്നത്. ഒപ്പം സെലിബ്രിറ്റികൾ ആനക്കൊമ്പും പുലിനഖവും അണിഞ്ഞാൽ ആരും തൊടില്ലെന്നും അവരെ ചോദ്യം ചെയ്യാൻ ഭയമാണെന്നും സമൂഹം ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങൾ ഒരിക്കലും കടന്നു ചെല്ലാത്ത ഭൂമികയിൽ നിന്നാണ് താൻ കടന്നു വരുന്നതെന്ന് അയാൾ വിളിച്ചു പറയുമ്പോൾ നീതി നിഷേധം എന്തുകൊണ്ടാണെന്ന രാഷ്ട്രീയവും പുറത്തു വരുന്നു. കേരളത്തിൽ ജാതി ചിന്തയില്ലെന്ന് പറയുന്നത് കോമഡി എന്നാണ് വേടൻ്റെ പക്ഷം. ഓരോ അര കിലോമീറ്ററിലും ജാതി മാട്രിമോണികൾ ഉള്ള നാടിനെ ചൂണ്ടി അയാൾ അത് പറയുമ്പോൾ മലയാളിക്ക് ശിരസ് കുനിക്കേണ്ടി വരും. ചീഫ് സെക്രട്ടറിക്ക് പോലും രക്ഷയില്ലെന്ന് നമ്മൾ തിരിച്ചറിയും. കേസുകൾ കൊണ്ട് ഉണ്ടായ ഗുണം ചോദ്യങ്ങൾ സെലിബ്രിറ്റികൾക്കെതിരെ തിരിച്ചുവിടാനായി എന്നതാണ്. വയനാട് കലക്ടറേറ്റിലെ ആനക്കൊമ്പിന് ആര് ഉത്തരവാദിത്വം പറയും എന്ന ചോദ്യവും ഉയരും. കേസിൽ അവധാനത കാണിക്കേണ്ടിയിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഭരണകൂടത്തിൻ്റെ നിലപാട് വ്യക്തമാക്കും. വേടൻ ഇനിയും ഉയർന്നു വരും. നാളെയും അവൻ നാടിനെ നോക്കി വിളിച്ചു പറയും, ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പ്രാനുമല്ല, ആണെങ്കിലും എനിക്കൊരു ദാഷമില്ല എന്ന്. പോസിറ്റീവ് ന്യൂസ്.